വേഗം വെച്ച് കൂട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. പൈനാപ്പിൾ പച്ചടി ഇഷ്ടമില്ലാത്തവർക്ക് ഞാനൊരു ടിപ്പ് പറയാം. അതിൻ്റെ കൂടെ നന്നായിട്ട് പഴുത്ത ഒരു ഏത്തപ്പഴം കൂടെ ചേർത്ത് ഇതുപോലെ ഒരു പച്ചടി ഉണ്ടാക്കി നോക്ക്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ചെറിയ പൈനാപ്പിളും നന്നായിട്ട് പഴുത്ത് തൊലി കറുത്ത ഒരു ഏത്തപ്പഴവും 2 പച്ചമുളകും 1 കപ്പ് കട്ടത്തൈര്, 1/2 കപ്പ് ചിരകിയ തേങ്ങ, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 3 വറ്റൽമുളക്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. പൈനാപ്പിൾ ഇതുപോലെ ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴം അങ്ങനെ തന്നെ. പൈനാപ്പിളും ഏത്തപ്പഴവും എല്ലാം കൂടെ ഒരു കുക്കറിലേക്ക് മാറ്റാം. കൂടെ 2 പച്ചമുളക്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. വെള്ളം. ഇത് ഒത്തിരി വെള്ളം വേണ്ട. ഇതൊന്ന് വേകാനുള്ള വെള്ളം കിട്ടിയാൽ മതി. എന്നാൽ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പം ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതായതുകൊണ്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇത് 3 വിസിൽ. 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലും. ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് ഒന്ന് അരച്ച് വെക്കാം. അതിന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ മാറ്റി കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ജീരകം, കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരയ്ക്കണം. ഇതിലേക്ക് ഇനി കടുകും കൂടെ ഇട്ടൊന്ന് അരച്ചെടുക്കണം. കടുക് ഒത്തിരി അരിഞ്ഞു പോകണ്ട. അതുകൊണ്ടാണ് തേങ്ങ അരഞ്ഞതിന് ശേഷം കടുക് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കടുക് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. കടുക് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇപ്പം കടുകും കൂടെ ചേർത്ത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. തൈര് ഒരു പാത്രത്തിലേക്ക് ചേർത്തൊന്ന് അടിച്ചെടുക്കാം. ഇത് മിക്സിയിൽ അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒത്തിരി വെള്ളം പോലെ ആകണ്ട. കട്ട നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. ഈ തൈര് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് മാറ്റി വെക്കാം. വേഗം വെച്ച് കൂട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. ഞാൻ അരപ്പ് അരച്ച് ജാറിലേക്ക് തന്നെയാണ് ഇതും ചേർത്ത് അരയ്ക്കുന്നത്. ആ മുളകും കൂടെ കൂട്ടി അരയ്ക്കുകയാണ്. ഈ കൂട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം ഈ അരച്ച കൂട്ടം അരപ്പും എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഞാൻ ഇതിൻ്റെ അകത്ത് ഒത്തിരി വെള്ളം ചേർക്കുന്നില്ല. ഇതിലേക്ക് അരപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒന്ന് തീ ഓണാക്കാം. ഇത് ഒത്തിരി തിളക്കണ്ട. നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് തൈര് ചേർക്കാം. തൈര് ചേർത്തിട്ടും ചൂടായി കിട്ടിയാൽ മതി. ഇതിൻ്റെ ഉപ്പും എരിവും ഒക്കെ നോക്കുക. അല്പം ഉപ്പും കൂടെ ചേർക്കുക. തൈരും കൂടെ ചേർത്തുകൊണ്ട് നന്നായിട്ട് കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം നന്നായിട്ട് ചൂടായി ആവി വരാൻ തുടങ്ങി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരല്പസമയം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിന് കടുക് വറക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ചേർക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർക്കാം. കടുക് വറുത്തത് പച്ചടിയിലേക്ക് ചേർക്കാം. അടച്ചു വെക്കാം.
ഇനി ഒന്ന് തുറന്ന് നോക്കാവേ. ഏത്തപ്പഴം ചേർത്ത പൈനാപ്പിൾ പച്ചടി റെഡിയായി. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.